ഹലോ, ഞാനിപ്പോൾ എവിടെയാണെന്ന് അറിയോ? ഞാൻ തൃശ്ശൂർ ഒരു ചേച്ചീൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പം ആ ചേച്ചീൻ്റെ നഴ്സറിയാണ് ഈ കാണുന്നത്. അപ്പം അവിടെ നിന്ന് കുറച്ച് ആമ്പൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മളിത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന 2 ആമ്പൽ എടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ റെഡ് സ്പൈഡർ ആട്ടോ. സോറി, റെഡ് സ്പൈഡർ അല്ല, നമ്മളുടെ പർപ്പിൾ ജോയ് ആണ്. പർപ്പിൾ ജോയും റെഡ് സ്പൈഡറുമാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചേച്ചി നമുക്ക് നല്ല രീതിക്ക് പാക്ക് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിയിൽ വെക്കാനുള്ള സൗകര്യത്തിനോട് ഞാൻ പോട്ടോട് കൂടെ അല്ല ഞാൻ മേടിക്കുന്നത്, എനിക്ക് തൈ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ സൈഡിൽ കിടക്കുന്നതാണ് നമ്മുടെ റെഡ് സ്പൈഡർ. അപ്പം റെഡ് സ്പൈഡർ വന്നിട്ട് മറ്റേ ഹാർഡി ടൈപ്പാണ്, പെട്ടെന്നൊന്നും വിരിയില്ല, പതുക്കെ വിരിയുള്ളൂ. പക്ഷേ അതിൻ്റെ പൂവാണ് നല്ല ഭംഗിയുണ്ട്, നല്ല റേറ്റും ഉണ്ട് കേട്ടോ അതിന്. പൂക്കാത്ത ചെടിക്ക് ഇത്രയും നല്ല റേറ്റ് ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് പൂ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ മേടിച്ച കേട്ടോ. അപ്പം ഇതാണ് ആ ചേച്ചിയുടെ നഴ്സറി വരുന്നത്. നമ്മുടെ മണ്ണൂത്തി എത്തുന്നതിന് മുമ്പായിട്ടാണ്, ലെഫ്റ്റ് സൈഡ് ആട്ടോ ഈ നമ്മുടെ നഴ്സറി ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നപ്പം ആ ചേച്ചി നമുക്ക് തന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുതായിട്ടൊരു ഫ്രീയും കൂടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ ചേച്ചി. അപ്പോൾ നേരെ നമ്മുടെ വീട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ നഴ്സറി കേട്ടോ. നഴ്സറി അല്ല, എൻ്റെ ഗാർഡനാണ്. പുല്ല് മുളയ്ക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും കാണിക്കുന്ന പോലെ തന്നെയാണ് നമ്മളുടെ പാത്രങ്ങളിലൊക്കെ ഞാനിവിടെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്, മണ്ണ് നിറച്ചിട്ടുണ്ട്. നമ്മുടെ നോർമൽ അടിയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അടിയിൽ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മേലെ മണ്ണ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കാം കേട്ടോ ഞാൻ. ഇനി നമുക്ക് നമ്മുടെ 3 ചട്ടികളിലും വെള്ളം നിറച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം നിറയ്ക്കല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ചളി രൂപത്തിലാക്കി എടുക്കാം കേട്ടോ. കാരണം നമുക്ക് ചെടി വയ്ക്കാൻ മുഴുവൻ വെള്ളം വെച്ച് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടി വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചളി രൂപത്തിലൊന്ന് നമുക്ക് വെള്ളം നനച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇതിലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വയ്ക്കാൻ പോകുന്നത് നമ്മുടെ പർപ്പിൾ ജോയ് ആട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ സെൻറ്റർ ഭാഗത്താണ്, നമ്മൾ ഈ ആമ്പലൊക്കെ പോട്ട് ചെയ്യുമ്പം പോട്ടിൻ്റെ സെൻറ്റർ ഭാഗത്താട്ടോ സെറ്റ് ചെയ്യേണ്ടത്. താമരയ്ക്ക് മാത്രമാണ് നമ്മൾ സൈഡിലൂടെ വെച്ച് കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ ആമ്പൽ പർപ്പിൾ ജോയ് ആണ്. അപ്പോൾ അതിൻ്റെ ഫ്ലവർ ഞാൻ കാണിച്ചു തരാം. നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ എന്തായാലും പൂ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫ്ലവർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം പർപ്പിൾ ജോയുടെ ചെടി നമ്മൾ വെച്ചിട്ടുണ്ട്, കണ്ടിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ലീവ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സാധനം നമ്മുടെ റെഡ് സ്പൈഡർ ആട്ടോ. ഇതിൻ്റെ റേറ്റ് 450 രൂപയാണ്. ഈ റെഡ് സ്പൈഡറിനൊരു പ്രശ്നമുണ്ട് കേട്ടോ, നമ്മൾ എത്ര സെൻറ്ററിൽ വെച്ച് കൊടുത്താലും അത് ഈ പോട്ടിൻ്റെ സൈഡിലോട്ട് ചേർന്ന് പോവുള്ളൂ. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, നീ പോട്ടിൻ്റെ സൈഡിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി, അപ്പോഴേ ഇത് പെട്ടെന്ന് പൂ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പൂ ഉണ്ടാവില്ല. മാത്രമല്ല ഈ ചെടി തന്നെ ഓട്ടോമാറ്റിക്കലി അത് തിരിച്ച് നമ്മളുടെ പോട്ടിൻ്റെ സൈഡിലോട്ട് നീങ്ങി പോവും. എന്നിട്ട് ശേഷം മാത്രമേ നമുക്ക് പൂ കിട്ടുള്ളൂ. അപ്പോൾ അതിനൊക്കെ കുറച്ചും കൂടി ബെറ്റർ നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ സൈഡിലോട്ട് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും, പൂ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ അതും വെച്ച് കഴിഞ്ഞു. ഇത് നമുക്ക് ഫ്രീ കിട്ടിയ ഒരു ചെടി കേട്ടോ, നാൻവാങ്ങോ അങ്ങനെ എന്താ അതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. അപ്പം അത് നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുഞ്ഞു ചെടിയാണ്. അപ്പം അതവർ നമുക്ക് ഇത്രയും വാങ്ങിയപ്പോൾ നമുക്കവർ ഫ്രീ ആയിട്ടൊന്ന് ചെറിയ തൈ എടുത്ത് തന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുമോ, ഇത് നമ്മൾ ചെടിയെല്ലാം നട്ട് കഴിഞ്ഞില്ലേ, ഇതിലേക്ക് നമുക്ക് വെള്ളം നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയോടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പാത്രത്തിലും നമ്മളിതുപോലെ വെള്ളം നിറച്ച് കൊടുക്കുക, ഫുള്ളാക്കിയിട്ട് ഇടുന്ന പോലെ ലൈറ്റായിട്ട് വെള്ളം വെച്ച് കൊടുത്താൽ ചളിയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കട്ടെ. അപ്പോൾ കാണാൻ നമുക്ക് നല്ല ഭംഗിയായിരിക്കും. അപ്പം ജസ്റ്റ് അതിൻ്റെ ഏതെങ്കിലും ഒരു ലീഫിൻ്റെ മേലോട്ട് നമുക്ക് ഈ ഓസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അധികം ചളി കലങ്ങിയൊന്നും വരില്ല. അപ്പോൾ ഞാനൊരു ചെടിൻ്റെ ലീഫിൻ്റെ മേലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചളിയൊന്നും അധികം കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.